തീവണ്ടിയിലെ ബർത്ത് പൊട്ടിവീണ് മരിച്ച മാറഞ്ചേരിക്കാരന്റെ ദാരുണാന്ത്യത്തിൽ വിറങ്ങലിച്ച് മാറഞ്ചേരി. അലിഖാന്റെ മയ്യിത്ത് ഖബറടക്കി. സ്വന്തം സന്തോഷത്തിനപ്പുറം മറ്റുള്ളവർക്ക് സഹായവുമായി ഓടി നടന്ന മാറഞ്ചേരി വടമുക്ക് സ്വദേശി അലിഖാന്റെ മരണം സംഭവിച്ചതും കൂട്ടുകാരന്റെ ആവശ്യത്തിനായുള്ള യാത്രയിൽ. സുഹൃത്തും കുന്നംകുളം സ്വദേശിയുമായ മുഹമ്മദ് കുട്ടിയുടെ ലുധിയാനയിൽ പഠിക്കുന്ന മരുമകളെ ഡൽഹിയിലെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനായി മുഹമ്മദ് കുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് അലിഖാന്റെ അപ്രതീക്ഷിത വിയോഗം. ഈ മാസം 15-ന് രാത്രി 8:15-നാണ് തൃശൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അലിഖാൻ. 16-ാം തീയതി വൈകിട്ട് 5:30-യോടെ താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്നു അലിഖാൻ. തെലുങ്കാനയിലെ രാമകുണ്ടം സ്റ്റേഷന് സമീപത്തെത്തിയപ്പോൾ സെൻട്രൽ ബർത്ത് പൊട്ടിവീണ് കഴുത്തിൽ വന്നിടിച്ച് കഴുത്തിലെ 3 എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം വരികയുമായിരുന്നു. അതിനെ തുടർന്ന് കൈകളും കാലുകളും തളർന്നു. തൊട്ടടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുകയും മുഹമ്മദ് കുട്ടിയും റെയിൽവേ അധികൃതരും ചേർന്ന് അലിഖാനെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിംസൺ ഷൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ച മരണപ്പെടുകയായിരുന്നു. കൂട്ടുകാരനൊപ്പം ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ജൂൺ 25-ന് തിരിക്കുന്നതിനു വേണ്ടി മടക്ക ടിക്കറ്റ് എടുത്താണ് ഇവർ പോയത്. പോസ്റ്റ്മോർട്ടത്തിനും നടപടിക്രമങ്ങൾക്കും ശേഷം ചൊവ്വാഴ്ച അർദ്ധരാത്രി എത്തിച്ച മയ്യിത്ത് ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് ഖബറടക്കം നടന്നു. റെയിൽവേ അധികൃതർ നല്ല രീതിയിൽ സഹകരിച്ചുവെന്നും നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങൾക്ക് നിയമപരമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സഹോദരങ്ങളായ അബ്ദുള്ളക്കുട്ടി, ഉമർ ബക്കർ എന്നിവർ അറിയിച്ചു. ഫാർമസിസ്റ്റായി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു അലിഖാൻ. ഏകമകൾ ഷെസ PG കഴിഞ്ഞ് ജോലി ചെയ്തു വരികയാണ്. NCV ന്യൂസ്, മാറഞ്ചേരി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.